നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 10ാം തരം തുല്യതാ പഠിതാക്കൾക്കായി 2025 അക്ഷര കൈരളിയിലെ ഫിസിക്സ് മാതൃകാ ചോദ്യപേപ്പർ വിശകലനമാണ്. അക്ഷര കൈരളി മാതൃകാ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ക്ലാസ് മുഴുവനായും കാണുക. മറ്റു വിഷയങ്ങളുടെ അക്ഷര കൈരളിയിലെ മാതൃകാ ചോദ്യപേപ്പർ വിശകലനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. പരീക്ഷ 1.5 മണിക്കൂറാണ്. ആകെ 30 സ്കോറിന്റെ ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ പ്രാഥമിക വർണ്ണം ഏത്? തന്നിരിക്കുന്നവയിൽ പ്രാഥമിക വർണ്ണം ഏത്? ഓപ്ഷൻസ്: മഞ്ഞ, മജന്ത, നീല, സയൻ. ഉത്തരം നീല. ഉത്തരം നീല. ഈ പ്രാഥമിക വർണ്ണങ്ങൾ മനസ്സിലാക്കാൻ ഒരു കോഡുണ്ട്, ഒന്ന് നോക്കാം. പനിച്ചു, പച്ച, നീല, ചുവപ്പ് എന്നിങ്ങനെ വരുന്ന പനിച്ചു എന്ന കോഡ് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ പ്രാഥമിക വർണ്ണങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. പേജ് നമ്പർ 21 നോക്കി വർണ്ണങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യം, ആവൃത്തിയുടെ യൂണിറ്റ് ഡാഷ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് ഡാഷ് ആണ്. ഓപ്ഷൻ: മീറ്റർ പെർ സെക്കൻഡ്, ഹെഡ്സ്, മീറ്റർ, സെക്കൻഡ്. ഉത്തരം ഹെഡ്സ്. ഉത്തരം ഹെഡ്സ്. പേജ് നമ്പർ 29 നോക്കി കൂടുതൽ മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം, ഒന്നാം പദജോടി നോക്കി ബന്ധം കണ്ടെത്തി രണ്ടാം പദജോടി പൂർത്തിയാക്കുക. ഒന്നാം പദജോടി നോക്കി ബന്ധം കണ്ടെത്തി രണ്ടാം പദജോടി പൂർത്തിയാക്കുക. പേജ് നമ്പർ 46 ഇതേക്കുറിച്ച് നൽകിയിരിക്കുന്നത്. ഉത്തരം നോക്കാം. ഒന്നാം പദജോടി കരവസ്തു ദ്രാവകമാകുന്നു, അതിനെ ദ്രവീകരണം എന്ന് പറയുന്നു. രണ്ടാം പദജോടി ദ്രാവകം വാതകമാകുന്നതിനെ എന്തു പറയും എന്നാണ്. ദ്രാവകം വാതകമാകുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. അപ്പോൾ ഉത്തരം ബാഷ്പീകരണം. ഉത്തരം ബാഷ്പീകരണം. നാലാമത്തെ ചോദ്യം, വസ്തുക്കളിൽ ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? വസ്തുക്കളിൽ ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഇലക്ട്രോസ്കോപ്പ്. ഉത്തരം ഇലക്ട്രോസ്കോപ്പ്. പേജ് നമ്പർ 54 ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ട്, നോക്കുക. അഞ്ചാമത്തെ ചോദ്യം, ശബ്ദോർജം വൈദ്യുതോർജമാക്കാൻ നാം ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ശബ്ദോർജം വൈദ്യുതോർജമാക്കാൻ നാം ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം മൈക്രോഫോൺ. ഉത്തരം മൈക്രോഫോൺ. പേജ് നമ്പർ 71 നോക്കി മനസ്സിലാക്കുക. ആറാമത്തെ ചോദ്യം, 2 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു ബസ് 240 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം കണക്കാക്കുക. 2 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു ബസ് 240 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം കണക്കാക്കുക. പേജ് നമ്പർ 81 നോക്കുക. ഇവിടെ സമയം കണക്കാക്കുവാനാണ് തന്നിരിക്കുന്നത്. സമയം കണക്കാക്കുന്നതിനുള്ള ഇക്വേഷൻ അഥവാ സമവാക്യം ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അതായത് സമയം ഇസ് ഈക്വൽ ടു ദൂരം ബൈ വേഗം. ഇവിടെ 2 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ബസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിൽ 30 കിലോമീറ്റർ. ഇവിടെ ദൂരം 240 കിലോമീറ്റർ ആണ്. അതിനെ ബസ് 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരമായ 30 കിലോമീറ്റർ കൊണ്ട് ഹരിക്കുക. നോക്കാം. 240 ഡിവൈഡഡ് ബൈ 30 ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ ബസ് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം 8 മണിക്കൂർ. ഉത്തരം 8 മണിക്കൂർ ആണ്. അതുപോലെ സമയത്തിന് പകരം വേഗമോ ദൂരമോ ആണ് ചോദിക്കുന്നതെങ്കിൽ എളുപ്പത്തിൽ ചെയ്യുവാനായി അതിന്റെ ഇക്വേഷൻസ് കൂടി മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഡി എന്നാൽ ഡിസ്റ്റൻസ് അഥവാ ദൂരം, എസ് എന്നാൽ സ്പീഡ് അഥവാ വേഗം, ടി എന്നാൽ ടൈം അഥവാ സമയം. ഡിസ്റ്റൻസ് ആണ് കാണേണ്ടതെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. വേഗത്തെ സമയം കൊണ്ട് ഗുണിച്ചാൽ ദൂരം കിട്ടും. അതുപോലെ സ്പീഡ് ആണ് കാണേണ്ടതെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ദൂരത്തെ സമയം കൊണ്ട് ഹരിച്ചാൽ വേഗം കിട്ടും. ഇനി ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ദൂരത്തെ വേഗം കൊണ്ട് ഹരിച്ചാൽ സമയം കിട്ടും. ഇതുപോലെയുള്ള ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വിട്ടുകളയരുത്. എളുപ്പത്തിൽ 2 മാർക്ക് നേടുവാൻ പറ്റുന്ന ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യം, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന 2 ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം എഴുതുക. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന 2 ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം എഴുതുക. പേജ് നമ്പർ 98 നോക്കുക. 1 സൗരോർജം, 2 ജലവൈദ്യുതി, 3 കാറ്റിൽ നിന്നുള്ള ഊർജം തുടങ്ങിയവ. ഏതെങ്കിലും 2 എണ്ണം എഴുതുക. എട്ടാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രതീകം നിരീക്ഷിക്കുക. തന്നിരിക്കുന്ന പ്രതീകം
നിരീക്ഷിക്കുക. എ, ബി എന്നിങ്ങനെ രണ്ട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 104 ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ട്. നോക്കുക. ഇനി ചോദ്യം എ നോക്കാം. ഏത് ഉപകരണത്തെ സൂചിപ്പിക്കാനാണ് ഈ പ്രതീകം ഉപയോഗിക്കുന്നത്? ഏത് ഉപകരണത്തെ സൂചിപ്പിക്കാനാണ് ഈ പ്രതീകം ഉപയോഗിക്കുന്നത്? ഉത്തരം പ്രതിരോധകം. ഉത്തരം പ്രതിരോധകം അഥവാ റെസിസ്റ്റൻസ്. ചോദ്യം ബി നോക്കാം. ഈ ഉപകരണത്തിന്റെ ഉപയോഗമെന്ത്? ഈ ഉപകരണത്തിന്റെ ഉപയോഗമെന്ത്? ഉത്തരം ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ പ്രതിരോധിച്ച് വൈദ്യുതി ആവശ്യത്തിനനുസരിച്ച് മാത്രം കടത്തിവിടുന്ന ഉപകരണമാണ് പ്രതിരോധകം അഥവാ റെസിസ്റ്റൻസ്. 9ാമത്തെ ചോദ്യം. ഒരു കോൺവെക്സ് ലെൻസിന് മുമ്പിൽ 2Fൽ വെച്ചിരിക്കുന്ന വസ്തുവിന്റെ പ്രതിബിംബ രൂപീകരണവുമായി ബന്ധപ്പെട്ട രേഖാചിത്രമാണ് തന്നിരിക്കുന്നത്. ചിത്രം അപൂർണമാണ്. ചിത്രം പകർത്തി വരച്ച് പ്രതിബിംബ രൂപീകരണം പൂർത്തിയാക്കുക. ഒരു കോൺവെക്സ് ലെൻസിന് മുമ്പിൽ 2Fൽ വെച്ചിരിക്കുന്ന വസ്തുവിന്റെ പ്രതിബിംബ രൂപീകരണവുമായി ബന്ധപ്പെട്ട രേഖാചിത്രമാണ് തന്നിരിക്കുന്നത്. ചിത്രം അപൂർണമാണ്. ചിത്രം പകർത്തി വരച്ച് പ്രതിബിംബ രൂപീകരണം പൂർത്തിയാക്കുക. പേജ് നമ്പർ 16 ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ട്. നോക്കുക. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചിത്രം പകർത്തി വരയ്ക്കുക. എന്നിട്ട് 2Fൽ നിന്നും ഒരു നേർരേഖ താഴേക്ക് വരയ്ക്കുക. അത് കൂടിച്ചേരുന്നിടത്ത് ഡി എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രതിബിംബ രൂപീകരണം നടക്കുന്നത് 2Fലാണ്. ലഭിക്കുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും വസ്തുവിന്റെ അതേ വലിപ്പത്തിലുള്ളതുമായിരിക്കും. 10ാമത്തെ ചോദ്യം. സിനിമാ തിയേറ്ററുകളിലും ഓഡിറ്റോറിയങ്ങളിലും പ്രതിധ്വനിയും അനുരണനവും കുറയ്ക്കാൻ ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതുക. സിനിമാ തിയേറ്ററുകളിലും ഓഡിറ്റോറിയങ്ങളിലും പ്രതിധ്വനിയും അനുരണനവും കുറയ്ക്കുവാൻ ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതുക. പേജ് നമ്പർ 36 നോക്കുക. ധാരാളം ജനലുകളും വെന്റിലേറ്ററുകളും സ്ഥാപിക്കുക. പരുക്കൻ കാർപ്പറ്റ് തറയിലിടുക. ഭിത്തി പരുക്കനാക്കുക. പരുക്കൻ തുണി കൊണ്ട് മടക്കുകളുള്ള കർട്ടൻ ഇടുക. സീലിംഗുകളിൽ തെർമോകോൾ വെച്ച് അലങ്കരിക്കുക. മുറിയിൽ പരമാവധി ഫർണിച്ചറുകളും അവയിൽ കുഷ്യനും ഇടുക. ഇതിൽ നിന്നും ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതുക. അടുത്തത് 11ാമത്തെ ചോദ്യം. കരവസ്തു ദ്രാവകമായി മാറുന്നതിനെ ദ്രവീകരണം എന്ന് പറയുന്നു. കരവസ്തു ദ്രാവകമായി മാറുന്നതിനെ ദ്രവീകരണം എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി എ, ബി, സി എന്നിങ്ങനെ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത് പേജ് നമ്പർ 46 നിന്നുള്ള ചോദ്യങ്ങളാണ്. നോക്കാം. ചോദ്യം എ. ദ്രവണാങ്കം എന്നാൽ എന്ത്? ദ്രവണാങ്കം എന്നാൽ എന്ത്? ഉത്തരം ഒരു വസ്തു ദ്രാവകമായി മാറുന്ന നിശ്ചിത താപനിലയെ ദ്രവണാങ്കം എന്ന് പറയുന്നു. ഒരു വസ്തു ദ്രാവകമായി മാറുന്ന നിശ്ചിത താപനിലയെ ദ്രവണാങ്കം എന്ന് പറയുന്നു. ചോദ്യം ബി. ഐസിന്റെ ദ്രവണാങ്കം എത്ര? ഐസിന്റെ ദ്രവണാങ്കം എത്ര? ഉത്തരം 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിൻ. ചോദ്യം സി. ദ്രവീകരണ ലീനതാപം എന്നാൽ എന്ത്? ദ്രവീകരണ ലീനതാപം എന്നാൽ എന്ത്? ഉത്തരം 1 കിലോഗ്രാം കരവസ്തു അതിന്റെ ദ്രവണാങ്കത്തിൽ ദ്രാവകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ ദ്രവീകരണ ലീനതാപം. 1 കിലോഗ്രാം കരവസ്തു അതിന്റെ ദ്രവണാങ്കത്തിൽ ദ്രാവകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ ദ്രവീകരണ ലീനതാപം. 12ാമത്തെ ചോദ്യം. 12A, 12B എന്നിങ്ങനെ രണ്ട് ചോദ്യങ്ങളുണ്ട്. അവയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 12Aയിലെ 1ാമത്തെ ചോദ്യം നോക്കാം. സ്ഥിതവൈദ്യുതി എന്തെന്ന് വിശദമാക്കുക. സ്ഥിതവൈദ്യുതി എന്തെന്ന് വിശദമാക്കുക. പേജ് നമ്പർ 52 സ്ഥിതവൈദ്യുതി എന്ന കോളം നോക്കുക. ഉത്തരം അനുയോജ്യമായ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ അതിലൊന്നിലെ പ്രതലത്തിൽ നിന്നും കർഷണം കാരണം ഇലക്ട്രോണുകൾ രണ്ടാം വസ്തുവിന്റെ പ്രതലത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നു. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന വസ്തുവിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്ന വസ്തുവിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഇപ്രകാരം ലഭിക്കുന്ന ചാർജ് വസ്തുവിന്റെ പ്രതലത്തിൽ തങ്ങി നിൽക്കുന്നു. ഇതാണ് സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. 12Aയിലെ 2ാമത്തെ ചോദ്യം. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് ഏത്? വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് ഏത്? ഉത്തരം കൂളോം. ഉത്തരം കൂളോം എന്ന യൂണിറ്റിലാണ് വൈദ്യുത ചാർജ് അളക്കുന്നത്. ഇനി 12Bയിലെ ചോദ്യങ്ങൾ നോക്കാം. 12Bയിലെ ചോദ്യങ്ങൾ പേജ് നമ്പർ 62 നിന്നുള്ളതാണ്. നോക്കുക. 1ാമത്തെ ചോദ്യം. ഫിലമെന്റ് ലാമ്പുകളിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ഫിലമെന്റ് ലാമ്പുകളിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ഉത്തരം ടങ്സ്റ്റൺ. ഉത്തരം ടങ്സ്റ്റൺ. 2ാമത്തെ ചോദ്യം.
ഫിലമെന്റായി ഈ പദാർത്ഥം ഉപയോഗിക്കാനുള്ള ഒരു കാരണം എഴുതുക. ഫിലമെന്റായി ഈ പദാർത്ഥം ഉപയോഗിക്കാനുള്ള ഒരു കാരണം എഴുതുക. 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നോക്കാം. താഴ്ന്ന ദ്രവണാങ്കം, താഴ്ന്ന പ്രതിരോധം, നേർത്ത കമ്പികളാക്കുവാനുള്ള കഴിവ്. ശരിയുത്തരം നേർത്ത കമ്പികളാക്കുവാനുള്ള കഴിവ്. ശരിയുത്തരം നേർത്ത കമ്പികളാക്കുവാനുള്ള കഴിവ്. അതുപോലെ ഉയർന്ന പ്രതിരോധം, ഉയർന്ന ദ്രവണാങ്കം, ചുട്ടുപഴുത്ത് വെളുത്ത അവസ്ഥയിൽ ദീർഘനേരം നിലനിൽക്കുവാനുള്ള കഴിവ് എന്നിവ ടങ്സ്റ്റന്റെ പ്രത്യേകതകളാണ്. മൂന്നാമത്തെ ചോദ്യം, ഫിലമെന്റ് ലാമ്പിന്റെ പ്രധാന ന്യൂനത എന്താണ്? ഫിലമെന്റ് ലാമ്പിന്റെ പ്രധാന ന്യൂനത എന്താണ്? ഉത്തരം വൈദ്യുതോർജത്തിന്റെ 10% മാത്രമേ പ്രകാശോർജമായി മാറുന്നുള്ളൂ. ബാക്കിയുള്ളവ താപരൂപത്തിലും മറ്റും നഷ്ടപ്പെടുന്നു. വൻതോതിൽ ഊർജ പ്രതിസന്ധിക്ക് കാരണമാകുന്നു. അടുത്തത് 13ാമത്തെ ചോദ്യം. എ, ബി, സി എന്നിങ്ങനെ 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, നോക്കാം. ഇതിന്റെ ഉത്തരങ്ങൾ 70-71 പേജുകളിലുണ്ട്, നോക്കുക. ചോദ്യം എ, വൈദ്യുത കാന്തിക പ്രേരണം എന്നാൽ എന്ത്? വൈദ്യുത കാന്തിക പ്രേരണം എന്നാൽ എന്ത്? ഉത്തരം കാന്തിക ബലരേഖകളെ ചാലകം അഥവാ കമ്പിച്ചുരുൾ ഛേദിക്കുമ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ പ്രവർത്തനത്തെ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നു. ഈ വൈദ്യുതിയെ പ്രേരിത വൈദ്യുതി എന്നും പറയും. ചോദ്യം ബി, പ്രേരിത വൈദ്യുതിയുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം എഴുതുക. പ്രേരിത വൈദ്യുതിയുടെ ശക്തി വർദ്ധിപ്പിക്കുവാനുള്ള ഒരു മാർഗം എഴുതുക. ഉത്തരം കാന്തത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക. 2 ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. 3 ചലന വേഗത വർദ്ധിപ്പിക്കുക. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. ചോദ്യം സി, വൈദ്യുത കാന്തിക പ്രേരണ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരെഴുതുക. വൈദ്യുത കാന്തിക പ്രേരണ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരെഴുതുക. ഉത്തരം 1 മൈക്രോഫോൺ, 2 ഡൈനാമോ അഥവാ ജനറേറ്റർ. ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതുക. അടുത്തത് 14A, 14B എന്നിങ്ങനെ 2 ചോദ്യങ്ങളുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. 14Aയിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ 85-86 പേജുകളിലുണ്ട്, നോക്കുക. 14Aയിലെ ഒന്നാമത്തെ ചോദ്യം, കർഷണബലം എന്നാൽ എന്ത്? കർഷണബലം എന്നാൽ എന്ത്? ഉത്തരം ഒരു പ്രതലത്തിന് മുകളിലൂടെ മറ്റൊരു പ്രതലം തള്ളി നീക്കുമ്പോൾ ചലനത്തെ എതിർക്കുന്ന തരത്തിൽ ആ പ്രതലങ്ങൾക്കിടയിൽ ഒരു ബലം അനുഭവപ്പെടും. അതാണ് കർഷണബലം. രണ്ടാമത്തെ ചോദ്യം, കർഷണബലം കൊണ്ടുള്ള ഒരു പ്രയോജനം എഴുതുക. കർഷണബലം കൊണ്ടുള്ള ഒരു പ്രയോജനം എഴുതുക. ഉത്തരം തറയിലൂടെ നടക്കുവാൻ കഴിയുന്നു. ഉത്തരം തറയിലൂടെ നടക്കുവാൻ കഴിയുന്നു. മൂന്നാമത്തെ ചോദ്യം, കർഷണബലം കൊണ്ടുള്ള ഒരു ദോഷം എഴുതുക. കർഷണബലം കൊണ്ടുള്ള ഒരു ദോഷം എഴുതുക. ഉത്തരം യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. പേജ് നമ്പർ 86-ൽ കർഷണബലം കൊണ്ടുള്ള ദോഷങ്ങളും പ്രയോജനങ്ങളും ഒരു പട്ടികയിൽ തന്നിട്ടുണ്ട്, നോക്കാം. കർഷണം കൊണ്ടുള്ള ദോഷങ്ങൾ നോക്കാം. യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനം, ഇന്ധനച്ചെലവ് കൂടുന്നു, ചൂടുണ്ടാകുന്നു, വേഗം കുറയുന്നു. ഇനി കർഷണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ നോക്കാം. വസ്തുക്കളെ പിടിക്കുവാൻ കഴിയുന്നു, തറയിലൂടെ നടക്കാൻ കഴിയുന്നു, വാഹനങ്ങൾക്ക് തറയിലൂടെ ഓടാൻ കഴിയുന്നു, ബ്രേക്കുകൾ ഉപയോഗിച്ച് ചലിക്കുന്ന വാഹനങ്ങൾ നിർത്താൻ കഴിയുന്നു. ഈ പോയിന്റുകളും കൂടി നോക്കിയിട്ട് പോകുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് 14Bയിലെ ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന വാതകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏത്? തന്നിരിക്കുന്ന വാതകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏത്? തന്നിരിക്കുന്ന വാതകങ്ങൾ LPG, CNG, ബയോഗ്യാസ് എന്നിവയാണ്. ഇതിന്റെ ഉത്തരം 91-92 പേജുകളിലുണ്ട്, നോക്കുക. LPGയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. LPGയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. CNGയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. CNGയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. ബയോഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. ബയോഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. അടുത്തത് 15ാമത്തെ ചോദ്യം, ഈ മാലിന്യം എന്നാൽ എന്ത്? ഈ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത്? പേജ് നമ്പർ 111-ൽ ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ട്, നോക്കുക. ഇതിന്റെ ഉത്തരം ഉപേക്ഷിക്കപ്പെടുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും അവയുടെ ഭാഗങ്ങളെയുമാണ് ഈ മാലിന്യം എന്ന് പറയുന്നത്. ഈ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകത നോക്കാം. ഈ മാലിന്യങ്ങളിൽ മനുഷ്യന് ദോഷഫലമുളവാക്കുന്ന ലിഡ്, മെർക്കുറി, കാഡ്മിയം തുടങ്ങി അനേകം പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ വിഷാംശങ്ങൾ അടങ്ങിയ പദാർത്ഥങ്ങൾ ശ്വസന രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകും. അതുപോലെ അശാസ്ത്രീയമായി അവ കളഞ്ഞാൽ
അത് മണ്ണിനെയും വെള്ളത്തെയും മലിനമാക്കും. ഈ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ചാൽ പുനരുപയോഗം ചെയ്യുവാൻ സാധിക്കും. കൂടാതെ വായു, ജലം, മണ്ണ് തുടങ്ങിയവയുടെ മലിനീകരണം കുറയ്ക്കുവാൻ സാധിക്കും. അതുവഴി പരിസ്ഥിതി സംരക്ഷിക്കപ്പെടും. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു വിഷയങ്ങളുടെ അക്ഷരകൈരളി മാതൃകാ ചോദ്യപേപ്പർ വിശകലനം ഉടൻ തന്നെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.